മലയാളി ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൈരളി ഓഫ് ബാൾട്ടിമോർ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പ്രതിമാസം ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓരോ മാസവും പ്രമുഖ ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റുകളും അവരുടെ വിലപ്പെട്ട അറിവ് പങ്കിട്ടുകൊണ്ട് ഏവരുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നതായിരിക്കും. മാർച്ച് 21 വെള്ളിയാഴ്ച രാത്രി 8 മുതൽ രാത്രി 9 വരെ പ്രമേഹത്തെക്കുറിച്ചും അതിനെ പ്രതിരോധിച്ചുകൊണ്ടും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനെ പറ്റിയും ഡോക്ടർ ജോവാൻ പറമ്പി സംസാരിക്കും. പ്രമേഹം, തൈറോയിഡ് തകരാറുകൾ, കാൽസ്യം, മെറ്റബോളിസം എന്നിവയിൽ വൈദഗ്ധ്യം നേടിയ ഡോക്ടർ ജോവാൻ ലുമിനിസ് ഹെൽത്തിലെ ബോർഡ് സർട്ടിഫൈഡ് എൻഡോക്രൈനോളജിസ്റ്റാണ്. ഏപ്രിൽ 25 വെള്ളിയാഴ്ച രാത്രി 8 മുതൽ രാത്രി 9 വരെ ഡോക്ടർ അശോക് ജേക്കബ് സന്ധികളുമായി ബന്ധപ്പെട്ട ആരോഗ്യ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും. വിർജീനിയ സർവകലാശാലയിൽ നിന്നും റൂമറ്റോളജിയിലും ക്ലിനിക്കൽ ഇമ്മ്യൂണോളജിയിലും ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ ജേക്കബ് മേരിലാൻഡ് സർവകലാശാലയിൽ നിന്നും പൊതുജന ആരോഗ്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. ക്ലിനിക്കൽ പ്രാക്ടീസിനു പുറമെ അമേരിക്കൻ ബോർഡ് ഓഫ് ഇന്റേണൽ മെഡിസിൻ ആൻഡ് റൂമറ്റോളജിയുടെ നയതന്ത്രജ്ഞനും അമേരിക്കൻ കോളേജ് ഓഫ് റൂമറ്റോളജിയുടെയും അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അൾട്രാസൗണ്ട് ഇൻ മെഡിസിന്റെയും ഫെലോയുമാണ്. മെയ് 16 വെള്ളിയാഴ്ച രാത്രി 8 മുതൽ 9 വരെ നെഞ്ചെരിച്ചിൽ മുതൽ വൻകുടൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സഞ്ജയ് ജഗന്നാഥ് ചർച്ച ചെയ്യും. പാൻക്രിയാറ്റിക്, ബിലിയറി, GI ക്യാൻസറുകൾക്കുള്ള അഡ്വാൻസ്ഡ് എൻഡോസ്കോപ്പിക് നടപടിക്രമങ്ങളിൽ വൈദഗ്ധ്യം നേടിയ ബോർഡ് സർട്ടിഫൈഡ് ഗ്യാസ്ട്രോ എൻഡോളജിസ്റ്റാണ് ഡോക്ടർ സഞ്ജയ് ജഗന്നാഥ്. ജോൺ ഹോപ്കിൻസ് പാൻക്രിയാറ്റിക് സെന്റർ സ്ഥാപിച്ച അദ്ദേഹം മുമ്പ് മേഴ്സി മെഡിക്കൽ സെന്ററിലെ പാൻക്രിയാസ് സെന്ററിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജോൺസ് ഹോപ്കിൻസ് ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോ എൻഡോളജിയിൽ ഫെലോഷിപ്പ് നേടിയിട്ടുണ്ട്. നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും അക്കാദമിക് പ്രസിദ്ധീകരണങ്ങളും രചിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള പരിപാടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക് ഇമലയാളി. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയയ്ക്കുക.